ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 1/2 കിലോ ചേനയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് അത് ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതിങ്ങനെ അല്പം കട്ടിക്ക് ക്യൂബായിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. തീരെ കനം കുറച്ച് അരിയുവാണെങ്കിൽ നമ്മളത് വേവിച്ച് അത് പിന്നെ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇത് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂൺ മതിയായിരിക്കും. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഗ്യാസ് ഓണാക്കിയിട്ട് പാത്രം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓരോ ചേനയുടെയും വേവും വ്യത്യാസമായിരിക്കും. ഒരു 3/4 വേവിലൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇത് ഇടയ്ക്കൊന്ന് പാത്രം തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് ഇതൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ ചൂടായ പാനിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിതിലോട്ട് ശിഷ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം. ഈ കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനി എണ്ണയിൽ കിടന്ന ചെറിയ തീയിൽ കുറച്ച് നേരം കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേനയൊക്കെ ഒരുവിധം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.